ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ഒരു പുതിയ വീഡിയോയിലൂടെ വരികയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വായിക്കുമ്പോൾ തന്നെ അറിയാം, കുട്ടികളെയും നമ്മളെയും ഒരുപോലെ കൊതിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ ഒരു കലവറയിലേക്കാണ്. കളിപ്പാട്ടം കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കളിപ്പാട്ടങ്ങൾ ഇന്നും ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇവ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ബാല്യകാലങ്ങൾ ഓർത്തു പോകും. സ്നേഹം നിറഞ്ഞവരെ, കളിപ്പാട്ടക്കട ചെറുതൊന്നുമല്ല. നമ്മളുടെ സ്വപ്നങ്ങൾക്കും അപ്പുറത്തുള്ള കളിപ്പാട്ടങ്ങളാണ് ഈ കടയിൽ വിശാലമായ തരത്തിൽ അലങ്കരിച്ചു വച്ചിട്ടുള്ളത്. ഈ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് വിശദമായി ഓരോന്നും ഒന്ന് പരിചയപ്പെട്ടു വരാം. പണ്ട് കാലങ്ങളിലൊക്കെ, നമ്മുടെ ബാല്യകാലമൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ഈ കാണുന്നതൊക്കെ ഇന്നത്തെ ഒറിജിനൽ വാഹനങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അവ തീരെ ചെറുതുമല്ല. നമുക്ക് വരെ കയറിയിരിക്കാൻ ഇടമുള്ള അത്ര വലിയ കാറുകളും ജീപ്പുകളും അത്യന്താധുനിക വാഹനങ്ങളുടെ എല്ലാ മോഡലുകളിലുമുള്ള കറണ്ടിൽ ഓടുന്ന ബാറ്ററി വച്ച് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവ മിക്കതും. അതാണ് ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത. കാണുന്നവയൊന്നും തീരെ കുഞ്ഞന്മാരല്ല. ഏത് നോക്കിയാലും നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള കളറുകളും ഷേപ്പുകളും ഒക്കെയാണ് ഈ കളിപ്പാട്ടക്കടയിലെ കളിപ്പാട്ടങ്ങളുടെ പ്രത്യേകത. ഇതിൻ്റെ സംഘാടകർ ഇവരുടെ ഐഡിയയിൽ ഉദിച്ച ഈ ഒരു കട എന്തുകൊണ്ടും വളരെയേറെ മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഒന്നാണ്. ഈ കട സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള ബൈപ്പാസ് റോഡിൻ്റെ വലതുഭാഗത്താണ്. ബൈപ്പാസ് മെയിൻ റോഡിൽ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും 1/2 കിലോമീറ്റർ പോലുമില്ല ഈ കടയിലേക്ക്. വിശാലമായ കാർ പാർക്കിങ്ങിനും എല്ലാം സൗകര്യപ്രദമായ ഒരിടമാണ് ഈ കളിപ്പാട്ടക്കട. ഇത് കണ്ടെത്താൻ റോയൽ എൻഫീൽഡിൻ്റെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളാരും മോഹിച്ചു പോകുന്ന തരത്തിലുള്ള വർണ്ണ കാഴ്ചകളാണ് ഓരോ കളിപ്പാട്ടങ്ങളെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ അനുഭവപ്പെടുക. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഓർത്തു പോയത് എൻ്റെ ബാല്യകാലമാണ്. അന്നത്തെ കാലത്ത് ഒരു കളിപ്പാട്ടം എന്നുള്ളത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ്. അങ്ങിങ്ങ് വല്ല ഉത്സവത്തിനോ ചന്ദനക്കുടങ്ങൾക്കൊക്കെ ഒന്ന് പോയാൽ തന്നെ കാണുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ നമ്മളുടെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഒരു കളിപ്പാട്ടമല്ല, ഒരു മിഠായി വാങ്ങണമെങ്കിൽ കശുവിനണ്ടി ആരെയും കാണാതെ പോക്കറ്റിലിട്ട് കട്ട് കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു. ഞാനൊരു കള്ളനാവാൻ പ്രേരിപ്പിക്കുകയല്ല, ആ ബാല്യകാലത്തെ ഓർത്തു പോയതാണ്. അന്ന് നമ്മൾ കളിപ്പാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഞാനൊക്കെ ഉണ്ടാക്കിയിരുന്നത് കുപ്പിയുടെ അടപ്പും റബ്ബറിൻ്റെ അടപ്പും അതുപോലെ തന്നെ പേനയുടെ ക്യാപ്പും അല്ലെങ്കിൽ ഒരുവിധം മരുന്ന് മേടിക്കുന്ന കുപ്പിയൊക്കെ തുളച്ച് അതിൽ ഈ കമ്പി കൊണ്ടോ ഈർക്കിളി കൊണ്ടോ ഒക്കെ ഈ കുപ്പിയുടെ അടപ്പ് തുളച്ച് വീരുണ്ടാക്കി അങ്ങനെ അന്ന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞാൽ എവിടെ നിന്ന് മനസ്സിലാവാൻ? ഇന്നത്തെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വലിയ ബെൻസ് കാറുകളും വലിയ വാഹനങ്ങളും മടിയിലിരുത്തി ഓടിക്കാൻ പഠിപ്പിക്കുന്ന കാലമാണല്ലോ ഇത്. അപ്പോൾ പിന്നെ അവരുടെ ഈ പ്രായത്തിലുള്ള ഈ കളിപ്പാട്ടങ്ങൾ അവർക്ക് പോരാ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നാലും ഇത്തരം കളിപ്പാട്ടങ്ങൾ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരുപാട് ചിറകുകൾ വിടർത്തുകയാണ്. സൽമാൻ ആണ് ഈ കടയുടെ ഓണറുടെ പേര് എന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാനിതൊന്ന് പിടിച്ച് ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തൊടുപുഴയെ സംബന്ധിച്ച് പറഞ്ഞാൽ
ഏത് റോഡിലൂടെ പോയാലും ഒരു ബ്ലോക്കോ മറ്റ് സൗകര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഏരിയയാണ്. അത്രമാത്രം ട്രാഫിക് സംവിധാനങ്ങളോടെ തൊടുപുഴ പട്ടണം വിശാലമായ ഏരിയയിലൂടെ നമുക്ക് സഞ്ചരിച്ച് പോകാവുന്ന അത്ര റോഡ് മാർഗങ്ങളാണ് തൊടുപുഴയിലുള്ളത്. അതിൽ പ്രധാന ബൈപ്പാസിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കടയുടെ പേര് തന്നെ നമ്മളെ ആകർഷിക്കും. കളിപ്പാട്ടം എന്ന് തന്നെയാണ് ഈ കടയുടെ പേര് തന്നെ. അതുകൊണ്ട് തന്നെ തൊടുപുഴയുടെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് കളിപ്പാട്ടക്കട എവിടെ എന്ന് ചോദിച്ചാൽ ഇന്ന വഴിക്ക് പോയാൽ മതി എന്ന് കൃത്യമായി പറഞ്ഞു തരും. കാരണം എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞു ഈ കട. കണ്ടോ, ഈ ഓരോ വാഹനങ്ങളും ഞാൻ പ്രത്യേകം നോക്കി ഏതിലേക്കാണ് നോക്കിയിരിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അവിടുന്ന് പോരാൻ തോന്നിയില്ല. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി കളിപ്പാട്ടങ്ങൾ. എനിക്കൊരു കൊച്ചുമോനുണ്ട്, അവനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. കാരണം ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങണം എന്ന് വാശി പിടിച്ചെങ്കിൽ ഞാൻ പെടുമായിരുന്നു. എന്തായാലും ഒരെണ്ണം എനിക്ക് വാങ്ങണം എന്നുണ്ട്, കുറച്ച് കഴിഞ്ഞോട്ടെ എന്നോർത്താണ് ഞാൻ അവിടെ നിന്ന് തിരികെ പോന്നത്. ഓരോ വാഹനങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ. പ്രത്യേകിച്ചും അതിൻ്റെ കളർഫുൾ ഷേപ്പുകൾ, അതിൻ്റെ ബലം, പ്രത്യേകിച്ചും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുമാണ്. അതിനാൽ ഒരെണ്ണം ഒന്ന് വർക്ക് ചെയ്ത് ഓടിച്ച് നോക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ആ ഉച്ച സമയത്താണ് ഞാൻ പോയത് എന്നുള്ളത് കൊണ്ട് കൂടുതലായി അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചില്ല. എന്നാലും ഇതിൻ്റെ അവിടുത്തെ സ്റ്റാഫുകൾ എനിക്ക് യഥേഷ്ടം വീഡിയോ പിടിക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തന്നു. കണ്ടോ, ഇത്തരം സ്കൂട്ടറുകളൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഷേപ്പുകളാണ്. ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ തരം ടൂ വീലർ വാഹനങ്ങളുടെ കോപ്പികൾ അതേപോലെ പകർത്തപ്പെട്ട കളിപ്പാട്ടങ്ങളാണ് ഇവിടങ്ങളിലുള്ളത്. ഇതിൻ്റെ വില നിലവാരങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, വില നിലവാരത്തെക്കുറിച്ച് നമുക്ക് വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ ഇതേ ഇഷ്ടം പോയി തിരഞ്ഞെടുത്ത് വിലകൾ സംസാരിച്ച് വാങ്ങുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ. നമുക്ക് ഫിക്സഡ് വില ഇതിലൂടെ പറയാൻ ബുദ്ധിമുട്ടുമുണ്ട്. അതുപോലെ സൈക്കിളുകളുടെ ഒരു മേള തന്നെയാണ്. മേളിലെ വശം മുഴുവൻ സൈക്കിളാണ്. സൈക്കിളിൻ്റെ കൊതിയും മതിയും മാറുന്ന തരത്തിലുള്ള ഷേപ്പുകൾ, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്ന തരത്തിലുള്ള സൈക്കിളുകൾ. നമ്മൾ വാരി വിതറി എന്ന് പറഞ്ഞതുപോലെയാണ് സൈക്കിൾ കൂമ്പാരമായി അടക്കി വച്ചിരിക്കുന്നത്. അത്രമാത്രം സെലക്ഷൻ സാധനങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഇത് വാഹനങ്ങൾ മാത്രമാണ് കളിപ്പാട്ടങ്ങളായിട്ട് രൂപപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് മറ്റ് കളിപ്പാട്ടങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സംശയം ജനിക്കേണ്ടതില്ല. എല്ലാ കളിപ്പാട്ടങ്ങളും അത്യാവശ്യമുണ്ട്. പക്ഷേ സൈക്കിളും വാഹനങ്ങളും എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളാണല്ലോ. അതിനാൽ നിങ്ങൾ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഈ കളിപ്പാട്ടക്കട അന്വേഷിച്ച് വാങ്ങാനല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് അതൊന്ന് കണ്ട് മനസ്സ് നിറഞ്ഞ് പോരുക. പിന്നീട് വാങ്ങാൻ നേരം നമുക്ക് പിന്നീട് പോയി സെലക്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ കളിപ്പാട്ടങ്ങൾ കണ്ട് മതിമറന്ന ഒരവസ്ഥയാണ്. എത്ര കണ്ടാലും മതി വരാത്ത തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കണ്ട് ഞാൻ അങ്ങനെ കൊതിയൂറി സൈക്കിളുകളും അതിൻ്റെ ഭംഗിയുമൊക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ മേളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഞാൻ ഇറങ്ങുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരത്തിലുള്ള കൊച്ചു കളിപ്പാട്ടക്കടകളും മറ്റ് പുതിയ തരത്തിലുള്ള ആധുനികതയുമെല്ലാം എൻ്റെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് തരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും കണ്ടവർക്കും നന്ദി രേഖപ്പെടുത്തട്ടെ. ബൈ.